ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ ഈ മാസം 15-ാം തീയതിക്കകം തന്നെ സമ്പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കേസ് അന്വേഷണം തുടങ്ങി ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഈ കേസിന്റെ കൃത്യമായ റിപ്പോർട്ടുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുൻപാകെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിക്കാറുണ്ടായിരുന്നു. നാളിതുവരെയും നടന്ന അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിലൊഴികെ ഹൈക്കോടതി SITയുടെ അന്വേഷണത്തിൽ ഒരിക്കലും അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരെ നടന്ന SITയുടെ അന്വേഷണത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തുകയുണ്ടായി എന്നുകൂടി എടുത്തു പറയേണ്ട വസ്തുതയാണ്. CPMന്റെ സമുന്നത നേതാവും മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റുമായ CPMന്റെ കോന്നി MLAയുമായിരുന്ന CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ A. പത്മകുമാറിന്റെ അറസ്റ്റ് വരെയും SIT നടത്തിയ അന്വേഷണം സ്തുത്യർഹം തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SITയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം മന്ദീഭവിച്ചു പോയോ മന്ദഗതിയിലായോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുകയുണ്ടായി. കോടതിയിൽ വിളിച്ചു വരുത്തി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉദ്യോഗസ്ഥരോട് ബഹുമാനപ്പെട്ട കോടതി തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ വിമർശനാത്മകമായ രീതിയിൽ തന്നെ പങ്കുവെക്കുകയുണ്ടായി. ആരെയാണ് ഭയക്കുന്നത്, എന്തുകൊണ്ടാണ് ഉന്നതരിലേക്ക് അന്വേഷണം എത്താതിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ബഹുമാനപ്പെട്ട കോടതി ചോദിക്കുകയുണ്ടായി. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ഉന്നതന്മാരുടെ പേരുവിവരങ്ങൾ എന്തുകൊണ്ടാണ് മറച്ചുവെക്കപ്പെടുന്നത് എന്നുള്ളൊരു തോന്നൽ ഉളവാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരം ഉന്നതരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരെ ചോദ്യം ചെയ്യാത്തത് എന്നൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും SIT കേൾക്കേണ്ടി വന്നത്. പിന്നീട് അതിനുശേഷം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആയ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്ന ജുവല്ലറി ഉടമ എന്നിവരെയൊക്കെയാണ് പിന്നെ അറസ്റ്റ് ചെയ്തത്. അതായത് കർണാടകയിലെ ബെല്ലാരി റോത്തം ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും എല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിമർശനാത്മകമായ ചോദ്യങ്ങൾക്ക് ശേഷം തന്നെയാണ് SIT ചോദ്യം ചെയ്യുന്നതും പിന്നീട് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് ദേവസ്വം മെമ്പറായിരുന്ന വിജയകുമാറിലേക്കും ഒടുവിൽ ശങ്കർദാസിലേക്കുമെല്ലാം അറസ്റ്റ് എത്തുമ്പോഴേക്കും ആ കേസിന്റെ പഴയ രീതിയിൽ SIT നടത്തിയിരുന്ന ഊർജ്ജസ്വലത വീണ്ടും കിട്ടി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോഴും 2018-2019 കാലഘട്ടത്തിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറും 2 തവണ കമ്മീഷണറും 1 തവണ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന വാസുവിനെ അറസ്റ്റ് ചെയ്തു. ഇതുപോലുള്ള സമുന്നതരായ നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് 2018-19 കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തിച്ചേരാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ കോടതി വാക്കാൻ നിർദ്ദേശിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് വൻ സ്രാവുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു എന്ന് യോജിപ്പിക്കുന്ന തരത്തിൽ SITയുടെ ഭാഗത്തു നിന്നും ഒരു മന്ദീഭവിച്ച രീതി അന്വേഷണത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചത്. ഇതിനുശേഷം തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനെ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വളരെ രഹസ്യ കേന്ദ്രത്തിലേക്ക് SIT വിളിച്ചു വരുത്തുന്നതും ചോദ്യം ചെയ്യുന്നതും. എന്നാൽ കടകംപള്ളി SITയുടെ മുമ്പിൽ വളരെ വികാരാധീനനായി ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ നൽകിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 2-3 മണിക്കൂർ സമയമാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് എന്നറിയുന്നു. 1 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾ വീതമാണ് SIT കടകംപള്ളിയോട് ചോദിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഒരു ചോദ്യത്തിനും നീതിയുക്തമായ, ന്യായയുക്തമായ, അല്ലെങ്കിൽ SITക്ക് വിശ്വാസയോഗ്യമായ രീതിയിലുള്ള ഉത്തരങ്ങളായിരുന്നില്ല കടകംപള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാൽ തന്നെ ഈ കേസിൽ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്ന 2 കേസിലും 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, N. വാസു, പത്മകുമാർ, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെ CEO ആയ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ ജ്വല്ലറിയുടെ ഉടമയായ റോത്തം ജ്വല്ലറിയുടെ ഉടമയായ ഗോവർദ്ധൻ എന്നിങ്ങനെയുള്ള നിരവധി ആളുകളെ, ദേവസ്വം മെമ്പറായിരുന്ന വിജയകുമാർ, ശങ്കർദാസ് എന്നിവരെയെല്ലാം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത ശേഷം കടന്നപ്പള്ളിയെ കൂടി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ SITയുടെ നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കടന്നപ്പള്ളി സുരേന്ദ്രൻ SITയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ നടത്തിയ മൊഴികൾക്കുള്ള ഉത്തരങ്ങൾ എല്ലാം വളരെ നിയമപരമായ രീതിയിൽ ഉപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ താൻ ഒരു ക്ഷേത്രങ്ങളുടെയും ദൈനംദിന കാര്യങ്ങൾ ഇടപെടാറില്ല, ഉത്സവം നടത്തിപ്പ് മാത്രമാണ് ദേവസ്വം മന്ത്രി എന്ന രീതിയിൽ താൻ ചെയ്യാറുണ്ടായിരുന്നത് എന്നൊക്കെ തരത്തിലുള്ള ഒരു തരത്തിലും വിശ്വാസയോഗ്യമായ മറുപടികൾ കടകംപള്ളിയുടെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ SIT നിരീക്ഷിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ CPM സർക്കാർ അക്ഷരാർത്ഥത്തിൽ തന്നെ വെട്ടിലായിരിക്കുന്നു. കാരണം 1-ാം പിണറായി വിജയൻ സർക്കാരിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ശബരിമല സ്വർണ്ണക്കള്ളക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകും എന്ന പ്രതീതി ഉണ്ടായതിനെ തുടർന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരുടെ ഫോൺ കോളുകൾ ചോർത്തുന്നതായുള്ള ഒരു അറിയിപ്പാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതിനാൽ, അന്വേഷണം നടക്കുന്നതിനാൽ കേരള പോലീസ്, കേരള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള, അതായത് മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി, ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നതെങ്കിലും ഈ കേസിന്റെ റിപ്പോർട്ടുകളെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പാണ് അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. അതിനാൽ തന്നെ സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനാകുന്നില്ല, സർക്കാരിന് ഒരു കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ള ചില
ആശങ്കകൾ തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷത്തു നിന്നും ഉയരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദുരൂഹതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി, അതായത് SITയുടെ അടുത്ത നീക്കം ഇനി ഏത് ഉന്നതിയിലേക്കാണ് എത്താൻ പോകുന്നത്, സർക്കാരിനെ അത് ഏത് വിധത്തിൽ ബാധിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉദ്യോഗസ്ഥന്മാർ ആരും തന്നെ ഭരണപക്ഷത്തുള്ള ആരെയും ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ ഫോൺ അടക്കം ചോർത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന സംഘത്തിന്റെ തലവൻ SP ശശിധരന്റെ തന്നെ ഇത്തരം ഫോണുകൾ ചോർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. SP വെങ്കടേഷ് അടക്കമുള്ള ആളുകളുടെ ഫോൺ കോൾ ചോർത്തുന്നു. എന്താണ് ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത നീക്കം എന്നറിയുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ചില നീക്കങ്ങൾ നടക്കുന്നു. ഇത് സർക്കാരിന്റെ അറിവോട് കൂടിയാണോ എന്നുള്ളത് വ്യക്തമല്ല. എന്നാൽ ഇത്തരം കിംവദന്തികൾ സമൂഹത്തിൽ പരക്കെ ഉയരുന്നുണ്ട്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്നറിയുന്നില്ല. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധമുള്ള ചില ആളുകളുടെയും അവരുടെ വീട്ടുകാരുടെയും എല്ലാം, അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടുകാരുടെയും എല്ലാം വേണ്ടപ്പെട്ടവരുടെയും എല്ലാം ഫോൺ കോൾ ചോർത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ തന്നെ SITയുടെ ചോദ്യം ചെയ്യലിൽ കടകംപള്ളി വളരെ വികാരാധീനനായി പൊട്ടിക്കരയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നും പറയുന്നു കേൾക്കുന്നു. അതായത് തന്നെ സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കാൻ പാടില്ല, തനിക്കത് വളരെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉൾവാക്കുന്നുണ്ട്, താൻ ഈ കേസിൽ നിരപരാധിയാണ്, തനിക്കൊന്നും അറിയില്ല, ദേവസ്വം ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങളിൽ താൻ ഒന്നും ഇടപെടാറില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് സ്വർണ്ണ നിർമ്മിതികളുമായ സ്പോൺസർഷിപ്പിന് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ തന്റെ ഓഫീസിൽ ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോറ്റിയുടെ കത്തിന്മേൽ ഉചിതമായ തീരുമാനമെടുക്കാൻ പറഞ്ഞ് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയത് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ സാധാരണ നടപടിക്രമം മാത്രമാണ് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ SITക്ക് മുന്നിൽ മൊഴി നൽകിയത്. അതായത് കടകംപള്ളി സുരേന്ദ്രനാണല്ലോ പോറ്റിയെ ദേവസ്വം ബോർഡിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് കടകംപള്ളിയിലേക്ക് തന്നെ SIT ചോദ്യം ചെയ്യലിന് വേണ്ടി തന്നെ എത്തുന്നത്. ഇതിനോടകം തന്നെ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. മാത്രമല്ല വലിയ നിയമജ്ഞരുമായി അഭിഭാഷകരുമായി കൂടിയാലോചിച്ചതിന് ശേഷം SIT ചോദ്യം ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഉത്തരങ്ങളാണ് SITയോട് പറയേണ്ടത് എന്നുള്ള കൃത്യമായ സ്റ്റഡി ക്ലാസുകൾ കിട്ടിയതിന് ശേഷം തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന ആളുകൾ ഇപ്പോൾ SITക്ക് മുന്നിൽ വന്നു നിന്ന് ചോദ്യം ചെയ്യുന്ന മറുപടിയായി അഭിഭാഷകർ പറഞ്ഞു കൊടുത്ത മറുപടിയാണ് പറയുന്നത് എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്നും SIT സംതൃപ്തികരമായ രീതിയിലല്ല പിരിഞ്ഞത്. വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അകത്ത് കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, A പത്മകുമാർ, N വാസു എന്നിങ്ങനെ ഇവര് അടക്കമുള്ള ആളുകളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുവാൻ വേണ്ടി വീണ്ടും കടകംപള്ളി സുരേന്ദ്രൻ വിളിച്ചു വരുത്തും എന്നൊക്കെ തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ തന്നെയാണ് സ്പെഷ്യൽ ഓഫീസേഴ്സിന്റെ, അതായത് SIT സംഘത്തിന്റെ സ്പെഷ്യൽ ഉദ്യോഗസ്ഥന്മാരുടെ ഫോണുകൾ ചോർത്തുന്നതായുള്ള കിംവദന്തികളും പുറത്തു വരുന്നത്. എന്തായാലും പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന ചില കിംവദന്തികൾ പരക്കുമ്പോൾ ഇനിയും സർക്കാരിലെ ഉന്നതരിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടന്നു ചെല്ലുമോ, എങ്ങനെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്ത് നീക്കം എന്നറിയുന്നതിന് വേണ്ടി ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ടാകാം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും ഭാഗത്തു നിന്ന് ഇപ്പോൾ അഭിപ്രായഗതികൾ ഉയർന്നു വരുന്നത്. എന്താണ് ഇനിയും ഈ കേസിൽ ഉണ്ടാവുക? 15-ാം തീയതിക്കകം തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ SIT സമർപ്പിക്കുമോ? CPM-ന്റെ ഉന്നതരായ നേതാക്കളെ, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നതരായ നേതാക്കളെ ആരെങ്കിലും ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് SIT അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.